ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. ഹൈദരാബാദി ഗ്രീൻ ചിക്കൻ കറി. അപ്പോൾ വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. സാധാരണ ചിക്കൻ കറിയിൽ നിന്നും വ്യത്യസ്തമായൊരു ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ചപ്പാത്തിയുടെ കൂടെ റൊട്ടിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 കപ്പ് തൈര്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ നാരങ്ങാനീര്. പിന്നെ ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് മല്ലിയില, പുതിനയില, പച്ചമുളക്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മല്ലിയില, 1 കപ്പ് പുതിനയില, ഒരു 6-7 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തത് നമുക്ക് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 10-12 കാഷ്യൂനട്ട്, ഒരു 15 ബദാം, ഒരു സവാള ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പോൾ കാഷ്യൂനട്ടും ബദാമും ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഫ്രൈ പാനിലിട്ട് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ്. 15 എണ്ണം വീതം ഉണ്ട്. ഒരു സവാളയാണ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം വലുതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുതാണെന്നുണ്ടെങ്കിൽ 2 സവാള എടുക്കാം. ഇനി ഇത് മിക്സിയിൽ നമുക്ക് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ അരച്ച് പേസ്റ്റാക്കി എടുക്കുക. അതിനുശേഷം ഇതും കൂടി നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ചിക്കനിലേക്ക് എല്ലാ മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 കഷ്ണം ചെറിയ പട്ട, 3-4 ഗ്രാമ്പു അതും കൂടി ചേർത്തൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിലേക്ക് നമുക്കിനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലിനി വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. അപ്പോൾ ആ ഒരു വെള്ളം മാത്രം മതി ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അതിനുശേഷം നമുക്കിതൊരു ഹൈ ഫ്ലെയിമിൽ തീ വെച്ച് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ചിക്കനിൽ നിന്നൊക്കെ ശരിക്കും വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് തീ മാറ്റി കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ തീ മാറ്റി കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റും കൂടി നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കുന്ന സമയത്ത് ചിക്കൻ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായി മാറിക്കോളും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് അരിഞ്ഞ മല്ലിയില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചൂടോടെ തന്നെ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് നമുക്കിത് മാറ്റാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. സാധാ കറിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിയാണ് ഈ കറിക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും പറയുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്